നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഒരു ചെറിയൊരു ഫേഷ്യൽ ഒരു ഇമേജ് വെച്ച് കംപ്ലീറ്റ് സ്ട്രേഞ്ചറിന് നിങ്ങൾ ഫുൾ നിങ്ങളുടെ ജാതകം എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി. നമസ്കാരം, ടെക് ട്രെൻഡ്സിലോട്ട് വീണ്ടും സ്വാഗതം. നമ്മൾ പല ആൾക്കാർക്ക് എന്തായാലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എന്തായാലും കാണും. നിങ്ങൾ എത്ര പേര് സെർച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന നേരത്ത് ഫേസ്ബുക്ക് തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ വെച്ച് ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പ് ഫോട്ടോയിലുള്ള ആൾക്കാരെ ഓട്ടോമാറ്റിക്കലി ടാഗ് ചെയ്യുന്ന ഒരു ഫീച്ചർ. ഇത് വൺ ഓഫ് ദ എക്സാമ്പിൾ. വേറൊരു എക്സാമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം FaceID എന്തുവന്ന്. സോ നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യുന്ന നമ്മുടെ ഫേസ് വെച്ച്, അതാണ് FaceID. ഈ ഒരു ടെക്നോളജി വന്നിട്ടൊരു 3-4 years ആയി വരുന്നതേ ഉള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്കറിയാം ഗൂഗിൾ. നമ്മളെപ്പോഴും സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് google.com. സോ google.com നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം റീസെൻ്റ്ലി അവർ തന്നെ ഒരു പുതിയ ഫീച്ചർ തന്നെ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഗൂഗിളിൽ ഇമേജസ് വെച്ച് സെർച്ച് ചെയ്യാം. സോ ഞാൻ ഈ പറഞ്ഞ 3 എക്സാമ്പിളും എന്തോ ഉദ്ദേശിക്കുന്നത്, ഈ 3 എക്സാമ്പിളും ഒരു ഫീച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആ ഫീച്ചറിൻ്റെ പേരാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫേഷ്യൽ ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്ന 3 ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്. എന്താണ് ഈ ഫേഷ്യൽ ഡിറ്റക്ഷൻ സിസ്റ്റം, 2 എങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്, 3 നമ്മളറിയാതെ എന്തൊക്കെ ഡാറ്റയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ? ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് അൽഗോരിതംസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിക്ചറിൻ്റെ അകത്ത്, ഒരു വീഡിയോയ്ക്കകത്ത് കാണുന്ന ഒരു ഇമേജ്, ഒരാളുടെ ഇമേജ് അല്ലെങ്കിൽ ഒരു ഫേസ് കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് അയാളുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന ഒരു പരിപാടി. ഈ ഒരു ഫേഷ്യൽ റെക്കഗ്നിഷൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സെയിം പ്രിൻസിപ്പിൾ, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ സെയിം പ്രിൻസിപ്പിൾ ആയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ഒരു ഇമേജിനെ കാണുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ കണ്ണുകൊണ്ട് കാണും. സോ ഈ കണ്ണുകൊണ്ട് കണ്ട ആ ഒരു ഇമേജ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലോട്ട് അത് പോകും. സോ മൈൻഡിലാണ് ഇത് പ്രോസസ് ചെയ്യുന്നത്. നമ്മൾ ആ കണ്ട ഇമേജ് എല്ലാം പ്രോസസ് ചെയ്ത് ആ പരിപാടിയെല്ലാം നമ്മുടെ മനസ്സിലാണ് നടക്കുന്നത്. 3ാമത്തെ സ്റ്റേജാണ് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി എന്ന് പറഞ്ഞാൽ തലച്ചോറ്. സോ ആ തലച്ചോറിൽ നിന്ന് റീകളക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ഇമേജസ് കാണുന്നത്, നമ്മുടെ കണ്ണ് വെച്ച് നമ്മൾ ഇമേജസ് കാണുന്നത്. സോ ഈ സെയിം പ്രിൻസിപ്പിളാണ് ഒരു കമ്പ്യൂട്ടർ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റത്തിലും നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസ് എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് വരുമ്പം ഡിജിറ്റൽ ക്യാമറാസ് അല്ലെങ്കിൽ ക്യാമറാസ്, അതാണ് ഐസ് എന്ന് പറയുന്നത്. മൈൻഡ് എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിലോട്ട് വരുമ്പോഴാണ് ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് വിളിക്കുന്ന അൽഗോരിതംസിനെയാണ് മൈൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അടുത്തതാണ് മെമ്മറി. സോ മെമ്മറി എന്ന് പറയുന്ന നേരത്ത് കമ്പ്യൂട്ടറിലോട്ട് വരാൻ നേരത്ത് ഇങ്ങനെ സെർവേഴ്സ് ആവും, അങ്ങനെ വലിയ ഡാറ്റാബേസ് ഉണ്ടല്ലോ, സെർവർ ഫാം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അതിനെ നമുക്ക് മെമ്മറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് വിളിക്കാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫേസ്ബുക്ക് പോലത്തെ വലിയൊരു ജയൻറ്റ് സോഷ്യൽ മീഡിയ ഒരു ഫേം ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഫോട്ടോസാണ് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, ടാഗ് ചെയ്തും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ മില്യൺസ് ഓഫ് ഫോട്ടോസ് ആ ഒരു വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് അത്രയും വലിയൊരു സെർവർ ഫാം വേണം. എന്ന് പറഞ്ഞാൽ ഈ മെമ്മറി, ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യാൻ അത്രയും വലിയൊരു ഡാറ്റാബേസ് വേണം. സോ ഈ ഫേസ്ബുക്കിലത്തെ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിലത്തെ കമ്പ്യൂട്ടർ റിസർച്ചുകാർ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഈ കിട്ടുന്ന ഈ അപ്ലോഡ് ചെയ്ത് ഓരോ ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്ന ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇമേജസ് ആയിട്ടുള്ള ഡാറ്റാസ്, ഫോട്ടോസ്, ഇവരെന്നെ ചെയ്യുന്നത് ഇവരൊരു ഈ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഈ ഡീപ്പ് ലേണിംഗ് അൽഗോരിതം ഡെയിലി ബേസിസിൽ ഇവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണ് ഈ ഫേസ്ബുക്കിൻ്റെ അകത്ത് നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്, ഗ്രൂപ്പ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി ആ ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് ടാഗ് ചെയ്യണോ എന്ന് ചോദിക്കുന്നത്. നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ഇന്ന ആളാണോ അതുകൊണ്ട് ടാഗ് ചെയ്യണോ എന്നൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. സോ ഈ ഒരു പ്രോസസ്സിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് ഫേസ്ബുക്കിൽ തന്നെ. ഇഷ്ടം പോലെ റീസെർച്ച് കമ്പ്യൂട്ടർ വിഷൻ എക്സ്പേർട്സ് ഉണ്ട് ഫേസ്ബുക്കിൽ തന്നെ. സോ ഇവരിത് ഇങ്ങനെ ഡെയിലി ബേസിസിൽ ഇത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫോട്ടോസ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു അൽഗോരിതം അതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് ഫേസ്ബുക്കിൽ നടക്കുന്നത്. സോ നമ്മുടെ 2ാമത്തെ ചോദ്യത്തിലോട്ട് വരാം, എങ്ങനെയാണ് ഒരു ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ ഇത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ 2 സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ആദ്യം നമുക്ക് വേണ്ട ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഫേസ്, ഒരാളുടെ ഇമേജ്, ഫേഷ്യൽ ഇമേജ് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യും സിസ്റ്റത്തിലോട്ട്. രണ്ടാമത് എന്തോ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം തന്നെ ആ ഒരു ഫേഷ്യൽ പിക്ചർ കിട്ടിയിട്ട് ഇഷ്ടം പോലെ ഹൺഡ്രഡ്സ് ഓഫ് മൈന്യൂട്ട് മെഷർമെൻറ്റ്സ് നടത്തും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡിജിറ്റൽ ഫേഷ്യൽ ഇമേജ് ഉണ്ടല്ലോ, അത് അവർ എക്സ്ട്രാക്ട് ചെയ്യും. ഓരോ ഇൻഫർമേഷൻസ് ആ ഒരു ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും ഈ ഒരു ഡീപ്പ് ലേണിംഗ് അൽഗോരിതം. എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലെഫ്റ്റ് ഐ തൊട്ട് റൈറ്റ് ഐ ഉള്ള ഡിസ്റ്റൻസ്, പിന്നെ നമ്മുടെ മൂക്ക് തൊട്ട് മൗത്ത് വരെയുള്ള ഡിസ്റ്റൻസ്, ചിന്നിൻ്റെ വിഡ്ത്ത്, അങ്ങനെ ഇഷ്ടം പോലെ മൈന്യൂട്ട് മാത്തമാറ്റിക്കൽ മെഷർമെൻറ്റ്സ് ഈ ഫേഷ്യലിൽ നിന്ന് ഇവർ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു അൽഗോരിതം എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. സോ ഈ എക്സ്ട്രാക്ട് ചെയ്ത ഫീച്ചേഴ്സ് വെച്ചായിരിക്കും നമ്മൾ ഏറ്റവും അവസാനം ഔട്ട്പുട്ടായി ഇന്ന ആളാണ് ഈ ഒരു ഫോട്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ നമ്മൾ ഈ മോഡലിനെ, നമ്മൾ ഈ ഒരു അൽഗോരിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് അൽഗോരിതംസിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. സോ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ,
ഒരു പൊട്ടന്മാരെ പോലെയാണ് കമ്പ്യൂട്ടേഴ്സ് സത്യം പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ ഉള്ളൂ കമ്പ്യൂട്ടർ ഒരു ഔട്ട്പുട്ട് വരുന്നത്, അല്ല സ്വയം തന്നെ ചിന്തിച്ച് ആ ഒരു കാപ്പബിലിറ്റി കമ്പ്യൂട്ടേഴ്സിന് എന്തായാലും ഇല്ല. പക്ഷേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ അൽഗോരിതം വെച്ച് നമുക്ക് കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കുന്ന രീതിയിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ടേം കയറി വരുന്നത്. ട്രെയിനിങ്ങിന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുവാണെങ്കിൽ നമ്മളെ ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അൽഗോരിതത്തിന് ഇഷ്ടം പോലെ ഇൻപുട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇൻപുട്ട്സ്. സോ ഈ കേസിൽ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജസ് ആണ്. സോ ആയിരക്കണക്കിന് ഇമേജ് ഇങ്ങനെ ഇൻപുട്ടായിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടറിന് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഈ അൽഗോരിതം ഈ ഇൻപുട്ടെല്ലാം കിട്ടിയിട്ട് അത് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ നോക്കും. എന്ന് പറഞ്ഞാൽ ഏത് ഔട്ട്പുട്ടായിരിക്കും കൂടുതലായിട്ട് മാച്ച് ചെയ്യുന്നതിന് കമ്പ്യൂട്ടറിനെ തന്നെ ചിന്തിച്ച് ഒരു ഔട്ട്പുട്ട് എത്തുന്ന ഒരു രീതിയിലോട്ട് ഒരു പ്രോബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രിഡിക്ഷൻ നടത്താൻ നോക്കും. സോ അതാണ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ട്രെയിനിങ് പ്രോസസ്സ് 3 സ്റ്റെപ്സിലാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ആ ഒരു ഇമേജിനെ വിളിക്കുന്ന പേരാണ് ആങ്കർ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്തു, അതാണ് നമ്മുടെ ആങ്കർ ഇമേജ്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് വേറൊരു ഇമേജ് അപ്ലോഡ് ചെയ്യും. ആ ഒരു ഇമേജിനാണ് ബേസ് ഇമേജ് എന്ന് പറയുന്നത്. സോ ബേസ് ഇമേജ് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ അതേ ഇമേജ് പക്ഷേ വേറൊരു പോസിൽ ഞാൻ ചിലപ്പോൾ വേറെ ഡ്രസ്സായിരിക്കും ഇട്ടേക്കുന്നത്. ഫേഷ്യൽ സെയിമാ, ഞാൻ ഇട്ടേക്കുന്ന കോസ്റ്റ്യൂംസ് ഡ്രസ്സൊക്കെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയി. മൂന്നാമത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജാണ് ഒരു വേറൊരാളുടെ ഇമേജ് തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സാമ്യം ഇല്ലാത്ത ഒരാളുടെ ഒരു ഇമേജ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈന്യൂട്ട് കാൽക്കുലേഷൻ അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞില്ലേ. സോ ഈ 3 ഇമേജസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നേരത്ത് കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഓരോ മെഷർമെൻറ്റ്സ് എടുക്കും. നമ്മൾ ഈ ആങ്കർ ഇമേജിൽ നിന്നും ബേസ് ഇമേജിൽ നിന്നും പിന്നെ നമ്മൾ മൂന്നാമത് ഇമേജിൽ നിന്നും ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ഓരോ മെഷർമെൻറ്റ്സ് എടുക്കും ആ ഒരു ഫേസിൻ്റെ. എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ ആങ്കർ ഇമേജും ബേസ് ഇമേജും തന്നെയുള്ള ഡിഫറൻസ് ലെസ് ദാൻ 1% ആയ കമ്പ്യൂട്ടർ കറക്റ്റ് ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. അതേസമയം ആങ്കർ ഇമേജും നമ്മുടെ വേറൊരാളുടെ ഒരു ഇമേജുമായിട്ട് ഡിഫറൻസ് ഹൈ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ മോർ ദാൻ 95-97% ആയിരിക്കണം. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മോഡലിനെ ഒരു അൽഗോരിതത്തിനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഫോണിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ഐഫോണും ഇങ്ങനെ സ്മാർട്ട് ഫോൺസിനൊക്കെ ഫേസ് ഐ ഡി ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പോലെയല്ല. ഇതിൻ്റെ അകത്തുള്ള ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫേഷ്യൽ ഡേറ്റ ഈ ഒരു ഫോൺ മെമ്മറി അല്ലെങ്കിൽ ഫോണിൻ്റെ ചിപ്പിൻ്റെ അകത്തോട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് പബ്ലിക്കായിട്ട് ഒരിക്കലും പോകുന്നില്ല. നമ്മുടെ ഡിവൈസ്, നമ്മുടെ കയ്യിലുള്ള ഡിവൈസിൻ്റെ അകത്ത് തന്നെ ആ ചിപ്പിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇങ്ങനെ പബ്ലിക്കായിട്ട് പോകുന്നുള്ളൊരു ഫിയർ എന്തായാലും അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. പിന്നെ നമ്മളിപ്പം കുറേ പേരെങ്കിലും ഇച്ചിരി ഹോളിവുഡ് സിനിമയിലൊക്കെ എന്തെങ്കിലും കണ്ടു കാണുമായിരിക്കും ഇങ്ങനെ ഒരു ക്രിമിനൽസിനൊക്കെ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതികൾ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഹോളിവുഡ് സീൻസിലൊക്കെ ഇപ്പോൾ ഒരു ക്രിമിനൽ പോകുമായിരിക്കും, പുള്ളിയുടെ ഒരു ചെറിയൊരു ഇമേജെങ്കിലും കാണുമായിരിക്കും. ആ ഒരു ഇമേജ് വെച്ച് വലിയൊരു സോഫ്റ്റ്വെയറിലൊക്കെ ഇവർ ചെയ്ത് ഈ പുള്ളി ഇന്ന് ഏത് ലൊക്കേഷനാണെന്ന് അങ്ങനെയൊക്കെ ഫേഷ്യൽ ഡിറ്റക്ഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന സീനുകൾ എന്തായാലും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ റേഞ്ച് സിസ്റ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളൊരു എയർപോർട്ടിലോട്ടോ അല്ലെങ്കിൽ ഒരു മോളിലോ എവിടെ പോകുകയാണെങ്കിലും നിങ്ങളുടെ ജസ്റ്റ് ഒരു ഇമേജ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫേഷ്യൽ റെപ്രസെൻറ്റേഷൻ വെച്ച് നിങ്ങളുടെ ഫുൾ ചരിത്രം വരെ എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം, അതൊന്നും സത്യം പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ആ ഒരു എക്സ്റ്റെൻഡിലാണ് ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം എങ്ങനെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ കൺട്രി, അതായത് ഇന്ത്യയിൽ എവിടെ വരെ ഈ ഒരു ഫേഷ്യൽ ഡിറ്റക്ഷൻ ടെക്നോളജി ഡെവലപ്പായി, അതിപ്പോൾ എത്ര ശതമാനം വരെ ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. സോ ഏറ്റവും അവസാനമായിട്ട് ഞാൻ വായിച്ചൊരു വാർത്തയാണ്, എനിക്ക് തോന്നുന്നത് പബ്ലിക്കായിട്ട് വന്നൊരു ന്യൂസാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷം ഫെബ്രുവരിയിലാണ് പബ്ലിക്കായിട്ട് ഗവൺമെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്ത ഫേഷ്യൽ ഡിറ്റക്ഷൻ ടെക്നോളജി യൂസ് ചെയ്തെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ന്യൂഡൽഹിയിൽ എങ്ങാണ്ട് വലിയ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ എന്തോ റയോട്ട്സ്, കമ്മ്യൂണൽ റൈറ്റ്സ് നടന്നപ്പം ഈ ഒരു ടെക്നോളജി വെച്ച് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഗവൺമെൻറ് കണ്ടുപിടിക്കാൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഈ ഒരു റൈറ്റ് ആരെ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ മിക്ക ഡീറ്റെയിൽസും ഈ ഒരു ടെക്നോളജി വെച്ച് കണ്ടുപിടിക്കാൻ തോന്നി. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ ഒരു ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെയാണ് ഇത്, അല്ല ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജി ഇത്രയും ഫേമസ് ആണ് അല്ലെങ്കിൽ മിക്ക ആൾക്കാരെ അറിയാൻ തുടങ്ങിയിട്ട് ഒരു 7-8 വർഷം ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഇന്ത്യയിൽ ഇപ്പോഴും ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ 2 വാക്കിൽ ശരിക്കും പറഞ്ഞാൽ ഒതുങ്ങും. ആദ്യത്തെ വാക്കാണ് ഡേറ്റ, രണ്ടാമത്തെ വാക്കാണ് പ്രൈവസി.
സോ ഡേറ്റയെ കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് എവിടെയോ കേട്ട ഒരു ഫ്രേസാണ് ഇൻഫർമേഷൻ ഈസ് വെൽത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 21st സെഞ്ചുറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഡിജിറ്റൽ ബുക്കായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ എടുക്കാം. നമ്മുടെ പണ്ടത്തെ ആൾക്കാരെ പോലെ അല്ലെ പണ്ടത്തെ രാജാക്കന്മാർ പോലെ അവരുടെ ആസ്തി അളക്കിക്കൊണ്ടിരുന്ന ഓരോ സ്വർണ്ണത്തിൽ അല്ലെങ്കിൽ അവരുടെ ഗോൾഡിലും ഇതിലും ട്രഷേഴ്സിലും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ വെൽത്ത് ഇരുന്നത്. പക്ഷേ ഈ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഗോൾഡും സ്വർണവും ഒരു സംഭവം വേണ്ട. ഓരോ ആൾക്കാരുടെ മൈന്യൂട്ട് ഡാറ്റ കിട്ടിയാണ് ഓരോ ആൾക്കാരുടെ സത്യം പറഞ്ഞാൽ എത്ര വലിയ കോടീശ്വരനാണെന്നൊക്കെ പറയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന ഡാറ്റയൊക്കെ നമ്മൾ വേറൊരാൾക്ക് കൈമാറുവാണെങ്കിൽ ഇപ്പം ഈ ഡാർക്ക് നെറ്റ് പോലെ സൈറ്റിലൊക്കെ കിട്ടുവാണെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിനൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡാറ്റ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ബേസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈയിടയ്ക്ക് നടന്നൊരു എക്സാമ്പിളാണ് കേരളത്തിൽ തന്നെ നടന്ന ഈ സ്പ്രിംഗ്ലർ കേസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ഈ കോവിഡിൻ്റെ ഡാറ്റാസൊക്കെ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് US ഏജൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് കൈമാറി. അത് വലിയൊരു വിവാദമായിരുന്നു. സോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡേറ്റയിലാണ് അത്രയും വലിയൊരു വിവാദം തന്നെ വന്നത്. ഓരോ ആൾക്കാരുടെ ഡേറ്റ മറ്റുള്ള ഒരാൾക്കാർക്ക് പോകുന്ന നേരത്ത് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രൈവസിയാണ് ഇതിൽ കൂടെ അഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഡേറ്റ എന്ന് പറഞ്ഞൊരു വാക്ക് പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യുബിൾ ആയ ഒരു സംഭവമാണ് ഡേറ്റ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് പ്രൈവസി എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫിലോട്ട് ഒരാൾ നമ്മൾ അറിയാത്ത ഒരാൾ ഇൻ്റർഫിയർ ചെയ്യാൻ വന്നാൽ. സോ നമ്മുടെ പ്രൈവസി അതിൻ്റെ അകത്ത് എന്തായാലും അഫക്റ്റ് ആവും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ഒരു ചെറിയൊരു ഇമേജ് അല്ലെങ്കിൽ ചെറിയൊരു ഫേഷ്യൽ ഒരു ഇമേജ് വെച്ച് വേറൊരാൾക്ക് ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചറിന് നിങ്ങളുടെ ഫുൾ, ഞാൻ നേരത്തെ പറഞ്ഞ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഫുൾ നിങ്ങളുടെ ജാതകം എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി. സോ എന്തായാലും നമ്മുടെ ഈ ഒരു ടെക്നോളജിയുടെ എന്തായാലും ഒബ്വിയസ്ലി പ്രൈവറ്റ് ലൈഫ് എന്തായാലും നിങ്ങളുടെ പ്രൈവസി ശരിക്കും പറഞ്ഞാൽ ഫുള്ളി അഫക്റ്റഡ് ആവും. പ്രത്യേകിച്ച് ഒരു ഹാക്കറിനൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ ഈ ഡാറ്റാസ് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു 1-2 വർഷം മുമ്പ് ഇത്രയും വലിയ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സിസ്റ്റമായിരുന്നു ആധാർ ഡാറ്റാബേസ്, 12 ഡിജിറ്റ് ആധാർ ഡാറ്റാബേസ്. അതുവരെ ലീക്കായി. എനിക്ക് തോന്നുന്നു ഏകദേശം 1-2 വർഷം മുമ്പ് അങ്ങാണ്ട് ഇത്ര ആൾക്കാരുടെ ആധാർ നമ്പർ ഓൺലൈനിൽ ലീക്കായി. എന്നിട്ട് അത് ഓരോ ഹാക്കർ ഈ ഡാർക്ക് നെറ്റിലൊക്കെ അത് സെല്ല് ചെയ്ത് അങ്ങനെ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ ഫേഷ്യൽ റെക്കഗ്നീഷൻ്റെ അകത്തും ഈ ഒരു പാളിച്ച വന്നാൽ സെയിം എഫക്റ്റ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആധാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബയോമെട്രിക് അങ്ങനെ എല്ലാ സംഭവം ആധാറിൻ്റെ അകത്തുണ്ട്. സോ ആ ഒരു സെയിം എഫക്റ്റാണ് ഈ ഒരു ഫേഷ്യൽ റെക്കഗ്നീഷനെ കുറിച്ച് പറയുമ്പോഴും വരുന്നത്. സോ ഇങ്ങനത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു മൂവിയാണ്. അതൊരു തമിഴ് മൂവിയാണ്. അതിൻ്റെ പേരാണ് ഇരുമ്പുതുരൈ. ഞാൻ ഈ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഈ ഒരു മൂവിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡേറ്റേൻ്റെയും പ്രൈവസീൻ്റെയും അങ്ങനെ ഹാക്കിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഫിലിമിൽ കൂടെ നമുക്ക് മനസ്സിലാൻ പറ്റും. അപ്പോൾ ഇതൊരു റെഫറൻസിന് വേണ്ടി തീർച്ചയായും ഇത് എന്തായാലും കാണണം. നമുക്ക് ആ ഒരു നോളജ് എന്തായാലും സത്യം പറഞ്ഞാൽ കിട്ടും. അത് കാണാൻ നേരത്ത് ഒരു ഇൻഫോർമേറ്റീവായിട്ട് നമുക്ക് അറിയണം ഈ ലോകത്ത് എന്തൊക്കെയാണ് ഇതുപോലത്തെ സംഭവങ്ങളും നടക്കുന്നുണ്ടെന്നും കൂടെ അറിയാൻ നല്ലൊരു ഒരു എക്സാമ്പിളാണ് ആ ഒരു മൂവി ഇരുമ്പുതുരൈ. സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഫേഷ്യൽ ഡിറ്റക്ഷൻ്റെ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ. സോ ഞാൻ നിങ്ങളൊരു എക്സാമ്പിളായിട്ട് കാണിക്കാം എങ്ങനെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ ശരിക്കും പറഞ്ഞാൽ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഒരു ചെറിയൊരു പ്രോഗ്രാമിൽ കൂടെ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ ഫേസ് എങ്ങനെ ട്രാക്ക് ചെയ്യുന്നു, നമ്മുടെ കണ്ണ് എങ്ങനെ ട്രാക്ക് ചെയ്യുന്നു, വളരെ സിമ്പിളായ ഒരു പ്രോഗ്രാമിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾ ഈ കാണുന്ന കോഡ് പൈത്തൺ എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൂടെ ഉണ്ടാക്കിയതാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഇത് റൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് കാണാൻ. സോ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇപ്പോൾ 2 ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബ്ലൂ ബോക്സും കാണുന്നുണ്ട്, ഒരു ഓറഞ്ച് ബോക്സും കാണുന്നുണ്ട്. ബ്ലൂ ബോക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ കണ്ണാണ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കണ്ണാടി വെച്ചേക്കുന്നുണ്ട്, കറക്റ്റ് ഒരു ഇത് കിട്ടാതെ. കണ്ണാടി വരാൻ നേരത്ത് ഒരു ഏകദേശം കറക്റ്റ് കണ്ണിനെ ട്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഫേസും കണ്ണും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് പോകുന്നുണ്ട്. ലെഫ്റ്റിലോട്ട് വന്നത് ലെഫ്റ്റ്, റൈറ്റിലോട്ട് പോകുന്ന നേരത്ത് റൈറ്റ്. സോ ഇതേ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫേസ് ട്രാക്കിംഗ് പ്രോഗ്രാം ചുരുക്കി പറയുകയാണെങ്കിൽ ഫേസിനെ മാത്രം ട്രാക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇത് കമ്പ്യൂട്ടർ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ഫേസ് മാറുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ക് ചെയ്ത് പോകുന്നേ ഉള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ അകത്തൊരു മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അൽഗോരിതം ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ, അതേപോലെ തന്നെ ഒരു ഡാറ്റാബേസ് ഞാൻ നേരത്തെ പറഞ്ഞ മെമ്മറി സെർവറും കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു ഫേഷ്യൽ ഡിറ്റക്ഷൻ സിസ്റ്റം തന്നെ കിട്ടും. സോ ഇനിയിപ്പോൾ നമ്മുടെ കൺക്ലൂഷനിലോട്ട് വരാം. ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ഇസ് ഇറ്റ് ഗുഡ് ഓർ ഇസ് ഇറ്റ് ബാഡ്? നല്ലതാണോ ചീത്തയാണോ ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ളി ഡെവലപ്ഡ് ആയി വരാൻ നേരത്ത്? ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ പ്രോസിലോട്ട് പോകും, അല്ലെങ്കിൽ അതിൻ്റെ നല്ല കാര്യങ്ങളോട്ട് പോകും. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത്. അതെവിടെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ടെററിസ്റ്റിനെയോ അല്ലെങ്കിൽ ക്രിമിനൽസിനെയോ നേരത്തെ നമുക്ക് ഈ ഒരു ഫീച്ചർ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രെട്ട് അല്ലെങ്കിൽ ആ ഒരു ഡേഞ്ചർ നമുക്ക് ഈ ഒരു സിസ്റ്റം വെച്ച് എന്തായാലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ടെററിസ്റ്റ് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു മോളിലോട്ടോ നേരത്തെ പോകുമ്പോൾ തന്നെ ഈ ഒരു സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് പുള്ളിയുടെ ഫുൾ ചരിത്രം അതിൻ്റെ അകത്ത് എഴുതിയിട്ട് അലേർട്ട് ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു ത്രെട്ട് നമുക്ക് എന്തായാലും സുഖമായിട്ട് ഈസിലി നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം. സോ അങ്ങനത്തെ കാര്യത്തിൽ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ. സോ ഇനി നമുക്ക് ഈ ഒരു ടെക്നോളജിൻ്റെ കോൺസിലോട്ട് പോകും, അല്ലെങ്കിൽ അതിൻ്റെ
അത്ര നല്ല അല്ലാത്ത കാര്യങ്ങൾ. സോ ഒരു ബേസിക് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് കണ്ട് 2019 ഫേസ് ആപ്പ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഭയങ്കരമായിട്ട് വൈറലായി. എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അത് നമ്മൾ 20 അല്ലെങ്കിൽ 30 വർഷം കഴിയുമ്പം എങ്ങനെയായിരിക്കും നമ്മുടെ ഫേസ് ഇരിക്കുന്നത്, അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. പക്ഷേ നിങ്ങൾ ആരും അറിയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഏത് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ചുമ്മാ ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേംസ് ആൻഡ് അഗ്രിമെൻറ്റും ഞാൻ ഉറപ്പ് തരാം ഒരു 90% ആൾക്കാരും വായിച്ചു നോക്കത്തില്ല ടേംസ് ആൻഡ് അഗ്രിമെൻറ്റ്. പക്ഷേ ആ ഒരു ആപ്പിൻ്റെ അത് വൃത്തിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ എടുക്കുന്ന ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഫേഷ്യൽ ഡാറ്റ, ആ ആപ്പ് എടുക്കുന്ന ഈ ഫേഷ്യൽ ഡാറ്റാസ് അവർ റോയൽറ്റി ഫ്രീ ലൈസൻസ് ആയിട്ട് അവർക്കത് എടുത്ത് അവർക്ക് ആ ഡാറ്റ മോഡിഫൈ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യുന്നൊരു അക്ഷരം അതിൻ്റെ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിതാരും ശ്രദ്ധിച്ചില്ല. സോ ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് തോന്നത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജി ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ന്യൂറൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് മോഡൽ അല്ലെങ്കിൽ അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫേസ് ആപ്പിൽ കൂടെ ഈ ഫേസ്ബുക്കിൽ നമ്മൾ ഇടുന്ന ഫോട്ടോസിൽ കൂടെ ചുരുക്കി പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല. പക്ഷേ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻ കമ്മിങ് ലൈക്ക് 10 to 15 years 10-15 വർഷം കഴിയാൻ നേരത്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ നമ്മൾ അറിയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫുൾ ഡാറ്റ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി, ഇപ്പോൾ ഫേസ് ആപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, നമ്മുടെ ഫുൾ ഫേഷ്യൽ റെക്കഗ്നിഷൻ അവരുടേക്ക് കിട്ടിയേക്കും, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ അപ്പോൾ 10-15 വർഷം കഴിയാൻ നേരത്ത് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു അൽഗോരിതം ഫുള്ളി ഡെവലപ്ഡ് ആകുന്ന നേരത്ത് ഇവർക്ക് ഈ ഡാറ്റ വെച്ച് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫേഷ്യൽ ഡാറ്റ അവർക്കുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. സോ അതാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ ബാഡ് എന്ന് പറയാൻ നേരത്ത്, ഇതിൻ്റെ കോൺസ് എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇൻ ദ കമ്മിങ് 5 to 10 years മേ ബി ഒരു പ്രോബിലിറ്റി ഉണ്ട്, ഇങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇത് വളരെ സിമിലറായിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും കേംബ്രിഡ്ജ് അനലിറ്റിക്ക സ്കാൻഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് കേംബ്രിഡ്ജ് അനലിറ്റിക്ക. ചുരുക്കി പറയുകയാണെങ്കിൽ എന്തോ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസ് ഓഫ് ക്യൂസ് അല്ലെങ്കിൽ ഈ വേർഡ് പസിൽസ് അതിൽ കൂടെയൊക്കെ ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടീനെ അവർ ഒപ്പോസ് ചെയ്യുന്ന, ഏത് പാർട്ടീനെ അവർ ഫേവർ ചെയ്യുന്ന, അങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ട് അപ്പോൾ ഇവരെന്നാ ചെയ്യുന്നത് പറഞ്ഞാൽ ടാർഗറ്റഡ് ആയിട്ട് പൊളിറ്റിക്കൽ ആഡ്സ് കൊടുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു യൂസറിൻ്റെ സൈക്കോളജി ഇന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റിനെ എതിർക്കുന്നത്, പക്ഷേ ഇവർ കൊടുക്കാൻ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റിനെ ഫേവർ ചെയ്യുന്ന ആഡുകളായിരിക്കും കൊടുക്കാൻ തുടങ്ങിയത്. സോ അങ്ങനെ ഇഷ്ടം പോലെ ആഡ്സ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെൻ്റലായിട്ട് മാറ്റുന്ന ഒരു രീതി, ആ ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേംബ്രിഡ്ജ് അനലിറ്റിക്ക നടത്തിയത്, നമ്മളെ സൈക്കോളജിക്കൽ ഫാക്ടർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു രീതി. സോ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഡാറ്റ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, വളരെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വളരെ വാല്യുബിൾ ആയിട്ട് ഒരു സംഭവമാണ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ഇത്രേ ഉള്ളൂ ചുരുക്കി പറഞ്ഞ ഒരു ഫേഷ്യൽ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് ബേസിക് ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.